ഹലോ ഫ്രണ്ട്സ്, അതെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു കുഞ്ഞു ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ബാഗേജ് പാക്കിങ് എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാബ് എടുത്തു. ട്രാഫിക് ഏകദേശം എത്ര മണിക്കൂറായി? 4 മണിക്കൂർ ട്രാഫിക്കിന് ശേഷം നമ്മൾ ഒരു വണ്ടി ക്യാബ് പിടിച്ച് ഇതിൽ വന്ന് എവിടെ എത്തി? കെമ്പഗൗഡയിലെത്തി. കെമ്പഗൗഡയിൽ അതിനെക്കാട്ടും വലിയ രസം, നമ്മൾ ബുക്ക് ചെയ്തത് സ്പൈസ് ജെറ്റാണ്. സ്പൈസ് ജെറ്റ് എൻ്റെ മോനെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായി ഇത്ര അലമ്പാണെന്നുള്ളത്. അവരാകെപ്പാട് 2 കൗണ്ടർ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ 2 കൗണ്ടറിൽ ഫുൾ അലമ്പും വീഡിയോ എടുക്കാനും പറ്റിയില്ല. അതെ. അതിനുശേഷം പിന്നെ നമ്മളുടെ വന്നു. നമ്മുടെ ആണെങ്കിൽ നമ്മളൊക്കെ ക്യൂ ഇങ്ങനെ നിന്നോണ്ടിരിക്കും. ഇവരുടെ അടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കയറാൻ. അങ്ങനെ അലമ്പ് പ്രശ്നം എല്ലാം കഴിഞ്ഞ് ഉള്ളിലെത്തി. അതെ. അപ്പം ഇനി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതെ. അപ്പോൾ നമ്മൾ ഇതാ ബോർഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറി ഫ്ലൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലെത്തിയിട്ട് കാണാം. അവസാനം ഉന്തും തള്ളും പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നു. ജനലിൽ കൂടെ പുറത്ത് നോക്കുകയാണെങ്കിൽ പുറത്താണെങ്കിൽ നല്ല മഞ്ഞ്, ഒന്നും കാണുന്നില്ല. അപ്പോൾ രാത്രി ആയതുകൊണ്ട് കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞാനും ചിന്നു എന്ത് ചെയ്തു, മെല്ലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി. നമ്മളിതപ്പോൾ ഡൽഹിയിൽ എത്തി. പുറത്തോട്ടേക്ക് ഇറങ്ങിയത് മാത്രമേ അറിയുള്ളൂ. പുറത്തോട്ടേക്ക് ഇറങ്ങിയോണ്ട് നല്ല തണുപ്പ്. അതിൻ്റെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ അല്ല കേട്ടോ. പുറത്തോട്ടേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തണുപ്പ് കിട്ടാൻ തുടങ്ങി. ഇനി ബാക്കിയുള്ള നോക്കട്ടെ. ആദ്യം തന്നെ ഇനിയിപ്പോൾ റൂം എടുക്കണം. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ലേറ്റായി കുറച്ച് റൂമിലോട്ടേക്ക് വരാൻ. ഏകദേശം എനിക്കൊന്നൊരു 3-4 മണി, 3-3:30 ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഹോട്ടല് ബുക്ക് ചെയ്തിട്ട് വന്ന് അതെ റെഡിയായി അടുത്ത സ്ഥലങ്ങളിലോട്ട് പോകണം. നമ്മളത് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് പിടിച്ചോട്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ വണ്ടിയൊന്നും ഇല്ലാണ്ടല്ലോ വന്നത്. അപ്പോൾ നമ്മൾ നേരെ അടുത്തൊരു റൂം എടുത്തിട്ട് നമുക്ക് നാളെ രാവിലെ നമ്മുടെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ യമുനാഘട്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള റൂം എടുത്തിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് പിന്നെ എല്ലാ സ്ഥലവും മെയിൻ ആണ്. അതില് അതാണ് നമുക്ക് രാവിലെ കാണേണ്ടത്. രാവിലെ എന്താ പറഞ്ഞാൽ ഇന്നലെ ലേറ്റ് ആയി വന്നതുകൊണ്ട് നമുക്ക് രാവിലെ ഇന്ന് എണീക്കാൻ പറ്റില്ലല്ലോ. അതെന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കണം. അപ്പൊ ഇന്ന് പോയിട്ട് റൂമൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഇന്ത്യ ഗേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ അവിടെ പോയി കിടന്നാൽ രാവിലെ നേരത്തെ ഇറങ്ങാമല്ലോ. അതെ. അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റ് കാണണം, കുത്തബ് മിനാർ കാണണം, ലോട്ടസ് ടെമ്പിൾ പോകണം, റെഡ് ഫോർട്ട് പറ്റുകയാണെങ്കിൽ പോകണം. നാളെ അതെ, നാളെ ബാക്കിയുള്ള 2-3 പിന്നെ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരമാണ് ഇവിടെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ടേക്ക് പാക്ക് ചെയ്യാൻ. യെസ്. അപ്പോൾ എന്തായാലും വിശക്കാൻ തുടങ്ങി. എന്തെങ്കിലും പോയി ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ട് കാണാം അല്ലേ. അപ്പോൾ ഡൽഹി എന്താണെന്നും ഹിന്ദി എന്താണെന്നും അറിയാത്ത ഞാനും ചിന്നും കൂടെ നേരെ ചാടി മെട്രോ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി ഒരു ഓട്ടോയിലോട്ട് കയറി. അപ്പോൾ പുള്ളി ഞങ്ങളുടെ നിപ്പു ഭാവമൊക്കെ കണ്ടപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ഭാഷയൊന്നും വെച്ച് ഇവിടെ ഒന്നും കറങ്ങൽ നടക്കില്ല, ഞാൻ തന്നെ എല്ലാ സ്ഥലത്തും നിങ്ങളെ കൊണ്ടുപോയി തരാം, അതിന് എനിക്കൊരു 2000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് പറഞ്ഞ് ഒരു 1200 രൂപയ്ക്ക് ആക്കി ഫുൾ ഡേ നമുക്ക് എല്ലാ സ്ഥലത്തും കറങ്ങാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പുള്ളി ഒരു അടിപൊളി ആളായിരുന്നു. കാരണം നമ്മൾ തേക്കാറൊന്നും നോക്കിയില്ല. പുള്ളി എല്ലാ സ്ഥലത്തും വളരെ മര്യാദയായിട്ട് നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോയി. ഓരോ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാനുള്ളത് പറഞ്ഞു. ഞാൻ എല്ലാ ടിക്കറ്റുകളും അപ്പം തന്നെ എടുത്തു എത്തുന്നതിന് മുന്നേ ആയിട്ട്. അപ്പം എന്തായാലും ഒരു അടിപൊളിയായിരുന്നു. പുള്ളി നമുക്ക് വലിയ പൈസ ഒന്നും ഇല്ലാണ്ട് എത്തിച്ചു. നമ്മളങ്ങനെ ഐശ്വര്യമായിട്ട് കുത്തബ് മിനാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുത്തബ് മിനാറിലെത്തി നമുക്ക് ഉള്ളിലോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എത്തിയത് കുത്തബ് മിനാറിലോട്ടേക്കാണ്. കുത്തബ് മിനാറിൽ നമ്മൾ എത്തിയ അന്ന് സൺഡേ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ ഉദ്ദേശത്തെ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദൂരത്ത് തന്നെ നോക്കുമ്പോൾ ആ കുത്തബ് മിനാർ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആകാശത്തോട്ടേക്ക് പൊന്തി നിൽക്കുന്നൊരു കാഴ്ച കണ്ടിട്ടാണ് ഞങ്ങളുടെ ഉള്ളിലോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് രണ്ടുപേർക്കും. നമ്മളതിൻ്റെ തൊട്ടടുത്ത് പോയി അതിൻ്റെ ആ ഉയരമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, പണ്ട് അതിൻ്റെ മുകളിൽ വരെ ആൾക്കാർ കയറുമായിരുന്നല്ലോ, കയറാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയതെങ്കിലൊക്കെ പറഞ്ഞ് ചിന്നു അവിടുന്ന് 2-3 ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നമുക്കൊരു ഇതായിരുന്നു. പക്ഷേ നമുക്ക് അധികം തിരക്കോ റഷോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് മാറി നിന്ന് ദൂരത്തൊന്ന് ഫോട്ടോസുകളൊക്കെ എടുത്തു. ഒരു എന്താ പറയുക, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം. അപ്പോൾ നമ്മളിങ്ങനെ കരുതുന്നുണ്ടായിരുന്നു ഇത് എല്ലാവർക്കും കാണാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒക്കെ ഒന്ന് വന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മിസ്സാവാതെ വന്ന് കാണാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ നമ്മളിത് കുത്തബ് മിനാർ കണ്ടു കഴിഞ്ഞു. നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഇതൊക്കെ പണ്ട് കല്ലും ചെളിയും വെച്ച് കെട്ടിയ സാധനമൊക്കെയാന്ന് തോന്നുന്നു. എന്തൊക്കെയൊക്കെയോ സാധനം വെച്ച് കെട്ടിയതാ. എന്തായാലും കുത്തബ് മിനാർ കണ്ടു കഴിഞ്ഞു. അതെ, അടിപൊളി.
അപ്പോൾ എന്തായാലും ആദ്യത്തെ സ്ഥലം കഴിഞ്ഞ് നല്ല തണുപ്പുണ്ട് ഇവിടെ. ഫസ്റ്റ് ഒരുമാതിരിയായി നമ്മുടെ സ്കിന്നൊക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഫസ്റ്റ് സ്ഥലം കഴിഞ്ഞു. ഏകദേശം ടിക്കറ്റിന് 70 രൂപ എന്താണ് ഇവിടെ വന്നുള്ളൂ. ഓൺലൈനിൽ നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ടേക്ക് പോവാം. നമ്മളിപ്പോൾ രണ്ടാമത് വന്നത് ലോട്ടസ് ടെമ്പിളിലാണ്. നമ്മൾ ലോട്ടസ് ടെമ്പിളിൽ എത്തി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടത്തെക്കാട്ടും തിരക്ക് എനിക്ക് തോന്നുന്നു ഇതിനപ്പുറത്ത് വേറെ എന്തോ ഒരു അമ്പലമുണ്ട്, ഒരു ടെമ്പിളുണ്ട്, എന്തോ ഒരു പ്രത്യേക ടെമ്പിളാ പറഞ്ഞേ. അവിടെ ക്യൂട്ടില തിരക്കല്ലേ എൻ്റെ മോനെ. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം എന്തെന്നാ പറയാ, അങ്ങനെ പറയാനൊന്നുമില്ല. അങ്ങനെ മറ്റേ തൃശ്ശൂർ പൂരത്തിന് ആള് വന്ന പോലെ നിൽക്കുന്നുണ്ട്. ക്യൂയോട് ക്യൂ. നമ്മള് എൻട്രി ഫീസ് ഇല്ല ഇവിടെ, ഫ്രീ ആന്ന് തോന്നുന്നു. അതെ. ഇവിടുന്ന് ഇങ്ങനെ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാന്. നല്ല കിടിലൻ വ്യൂ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വലിയ ക്രൗഡഡ് ഒന്നും അല്ല. നമ്മൾ ഏകദേശം രാവിലെ തന്നെയാണ് വന്നത്. സമയം ഇപ്പം ഏകദേശം ഒരു 11:30-12 മണി ആ സമയമായിട്ടേ ഉള്ളൂ. അവിടെ ലോട്ടസ് ടെമ്പിൾ വന്ന് ചെരുപ്പ് സഞ്ചിൻ്റെ ഇട്ടുകൊണ്ടിരിക്കണം. ഇവിടെ ചെരുപ്പുള്ളിലോട്ട് കിട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സഞ്ചിയിൽ തൂക്കി പിടിച്ചതാ മോഡേൺ ഗേൾ പോകുന്നുണ്ട്. അപ്പം നമ്മളിവിടുന്ന് ചെറിയൊരു ലൈന് പോലെ ഫോം ചെയ്തിട്ടാണ് എല്ലാവരും ലോട്ടസ് ടെമ്പിളിലോട്ടേക്ക് കയറി പോകുന്നത്. അപ്പോൾ ചിന്നു മുമ്പിൽ പോകുന്നുണ്ട് സഞ്ചിയും തൂക്കി പിടിച്ചിട്ട്. അപ്പോൾ പുറകെ നമ്മൾ പോയി. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ്. ആ ഒരു വെള്ളവും ആ ഒരു താമര വെള്ളത്തിൽ നിന്ന് വരുന്നത് പോലെയുള്ള ഒരു കിടിലൻ വ്യൂ കിട്ടുന്ന പോലെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ എല്ലാവരും നല്ല ക്ലീൻ ആക്കി സ്ഥലം വെച്ചിട്ടുണ്ടായിരുന്നു. അവരത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളാ നേരെ ക്യൂവിലൂടെ പോയി നിന്ന് നമുക്ക് ഇതേപോലെ ഓരോ ഡോറിൻ്റെ അവിടെ ആയിട്ട് ഒരു ഗ്യാങ്ങിനെ വെച്ചിട്ട് ഇവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ എനിക്കും ജനുവിന് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ വെറുതെ കേട്ട് നിന്നു കുറച്ച് നേരം. പക്ഷെ ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം കണ്ട് പുറത്തോട്ടേക്ക് തന്നെ ഇറങ്ങി. അതൊരു കൂട്ടം ഗ്യാങ്ങുകൾ ഇങ്ങനെ വന്ന് ഇറങ്ങി പോയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു വ്യൂ, അതിൻ്റെ ഒരു ഭംഗി, അതിപ്പോൾ എന്താ പറയുക, അതൊരു കിടിലൻ ഒരു നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ കണ്ണിനൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു വൈറ്റ് കളറൊക്കെ ആകുമ്പോൾ നമ്മുടെ കണ്ണിനിങ്ങനെ ഒരു തിളക്കം തരുന്ന പോലുള്ള ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. അവിടുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളിയായിരുന്നു. ഞാനും ചിന്നു മാറി നിന്ന് അവിടുന്ന് ചറപറ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെയും ചിന്നുവിൻ്റെയും കണ്ണും വയറും ഒരേപോലെ ഫുഡ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ വേഗം ഇറങ്ങി ഓടി ഫുഡിലോട്ടേക്കുള്ള ഓട്ടമായിരുന്നു. ഇറങ്ങി പുറത്തുനിന്നാണ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. പൂരി കുഴപ്പമില്ല, കടലക്കറി വലിയ പോരാ, എങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഒരു മസാല ദോശ കൂടെ പറഞ്ഞേ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വന്നു ഒരു ഗോതമ്പ് ദോശൻ്റെ ഒക്കെ ചൊവ്വ അല്ലേ, പക്ഷെ കുഴപ്പമില്ല എന്തായാലും. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് ഒരു ചെറിയ ചായ കുടിച്ച് പിന്നെ നമ്മുടെ ഓട്ടോയിലോട്ട് പോവാണ് സുഹൃത്തുക്കളെ. ഓട്ടോ എവിടെയാ ചെറുതായിട്ട് ചൂട് വരാൻ തുടങ്ങി. പിന്നെ ഫുഡ് കഴിച്ചതിൽ കടലക്കറിയും പൂരിയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മസാല ദോശ 10 പൈസ കൊള്ളില്ലായിരുന്നു. പിന്നെ അതിനാണെങ്കിൽ കൊടുക്കാത്ത പൈസയും 90 രൂപ. അപ്പോൾ അതെ, നല്ല ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കൊള്ളൂലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ നേരെ ഇനി അടുത്തത് വണ്ടിയിലോട്ടേക്ക് പോവാണ് കേട്ടോ. അതെ, അപ്പോൾ നമുക്കിനി അടുത്ത് പോകാനുള്ള 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് റെഡ് ഫോർട്ടും അതേപോലെ തന്നെ ഇന്ത്യ ഗേറ്റുമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡേ 1 തന്നെ കവർ ചെയ്യുന്നത്. പക്ഷേ ഏകദേശം വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ടും നമ്മളിവിടെ ക്ഷീണിച്ചതുകൊണ്ടും നമുക്കത് സെക്കൻഡ് പാർട്ടിൽ അപ്പോൾ എന്തായാലും കാണാം. അപ്പോൾ എന്തായാലും ബൈ.